ഇന്നത്തെ റെസ്ലിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറി ജോൺ സീനയുടെ അച്ഛനായ ജോൺ സീന സീനിയറിൻ്റെ പുള്ളി കഴിഞ്ഞ ദിവസം നടത്തിയ ഇന്റർവ്യൂവിൻ്റെ അകത്ത് ജോൺ സീനയുടെ ഫൈനൽ ഒപ്പോണൻ്റ് ആയിട്ട് ഗന്ധർ വരുന്നതിൻ്റെ അകത്ത് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഫാൻസിന് അത് ഇഷ്ടപ്പെടുകയല്ലെന്നും പിന്നെ ഗന്ധറിന് സീനിയർ റിട്ടയർ ചെയ്തു എന്നുള്ള ആ റബ്ബ് ആവശ്യമില്ലെന്നുമാണ് പറഞ്ഞത്. എന്നിട്ട് പുള്ളിയുടെ ഫൈനൽ ഒപ്പോണൻ്റ് ആയിട്ടുള്ള പിക്സ് കട്ടാങ്കിള്, എഡ്ജ്, ക്രിസ് ജെറിക്കോ, JBL 4 അടിപൊളി പിക്കാണ്. ഒറ്റ പ്രോബ്ലേ ഉള്ളു, അതിനകത്ത് 2 പേര് AEW ആണ്, ബാക്കി 2 പേരും കംപ്ലീറ്റ്ലി റിട്ടയറും ചെയ്തേക്കുന്ന. ഇത് പുള്ളി സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ അല്ലയോ എന്ന് ഒരു പിടുത്തവും. ഞാൻ ഓർത്തത് പുള്ളി ഗന്ധർ വേണ്ട എന്ന് പറഞ്ഞപ്പം ചിലപ്പം കുറച്ചും കൂടെ യങ് ആയിട്ടുള്ള NXT ഏതെങ്കിലും ടാലന്റ് ആയിരിക്കും വേണ്ടതെന്ന്. പകരം പുള്ളി പിക്ക് ചെയ്തത് ജോൺസീനേക്കാളും പ്രായമുള്ളവരെയാണ് ജോൺസീനെ റിട്ടയർ ചെയ്യിപ്പിക്കാൻ വേണ്ടി. പിന്നെ വേറൊരു ന്യൂസും ഉണ്ട്, WWE ചില ഹയർ അപ്സിന് സീനയുടെ ഫൈനൽ ഒപ്പോണന്റ് ആയിട്ട് ഗന്ധർ വരുന്നതിൻ്റെ അകത്ത് അത്രയ്ക്ക് ഹാപ്പി അല്ലെന്ന്. ഞാൻ നോക്കിയിട്ട് ഗന്ധറാണ് ഏറ്റവും പെർഫെക്റ്റ് ഒപ്പോണന്റ്. ഒന്നാമത്തെ കാര്യം, മാച്ച് ഏകദേശം ഗ്യാരണ്ടീഡ് ആയിരിക്കും മോശമാവുമല്ലെന്ന്. ഈ കഴിഞ്ഞ ലാസ്റ്റ് ടൈം ഈ ടൂർണമെന്റിന്റെ അകത്ത് മാച്ചസ് തന്നെ നോക്കിയേ, കമലോ ഹേസിന് അഗെയിൻസ്റ്റും ജെവോൺ എവൻസിന് അഗെയിൻസ്റ്റും ആരും എക്സ്പെക്ട് ചെയ്യാത്ത സോളോയ്ക്ക് അഗെയിൻസ്റ്റും അടിപൊളി മാച്ചസാണ് ഗന്ധറിന് കൊടുക്കാൻ പറ്റിയത്. പിന്നെ 55 വയസ്സുള്ള ഗോൾഡ്ബർഗിനെയും റിട്ടയർ ചെയ്ത മാച്ചിൻ്റെ അകത്ത് നന്നായിട്ട് കാണിക്കാൻ പറ്റി. അപ്പോൾ സീനിയയുടെ കൂടെ ഉറപ്പായിട്ട് ഒരു 4 സ്റ്റാർ ക്വാളിറ്റി മാച്ചെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ചിലർ പറയുന്നുണ്ട് ഗന്ധറിന് ഇതിൻ്റെ ആവശ്യമില്ലെന്ന്, കാരണം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് അല്ലേ. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗന്ധറിന്റെ ആ IC ടൈറ്റിലിന്റെ റെയിൻ കഴിഞ്ഞിട്ട് ഗന്ധറിനെ ശരിക്കും ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇതുവരെയും പറ്റിയിട്ടില്ല. വേൾഡ് ചാമ്പ്യൻ ആയെന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞിട്ട് ഉടനെ ഉള്ള ആ ക്രൗൺ ജുവലിന്റെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള മാച്ചിൻ്റെ അകത്ത് കോഡി റോഡ്സിനോട് തോക്കേണ്ടി വന്ന് അവസാനം പിന്നെ ഒന്നിനും കൂടുതലാത്ത ആയിട്ട് ടാപ്പ് ഔട്ട് ചെയ്ത് നോക്കേണ്ടിയും വന്ന്. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ടൈറ്റിൽ റൺ ജെയിനെ തോപ്പിച്ചെന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഗോൾഡ്ബർഗിനെ റിട്ടയർ ചെയ്ത മാച്ചും പിന്നീട് സമ്മർസ്ലാമി CM പങ്കിനോട് തോക്കുകയും ചെയ്യേണ്ട ആവശ്യം വന്ന്. ഇപ്പോൾ ഉള്ള ടോപ്പ് സ്റ്റാർ ഒക്കെ റിട്ടയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു 5-6 വർഷത്തിന്റെ അകത്തേക്ക് നമുക്കൊരു മോൺസ്റ്റർ ഹീലായിട്ട് വേണ്ട ആളാണ് ഗന്ധർ. യങ്ങായിട്ടുള്ള അടുത്ത ജനറേഷൻ ബേബി ഫേസസ് വരുമ്പോൾ അവർക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫൈനൽ ബോസ് ആയിട്ട് വരേണ്ട ആളാണ്. ഇവർ ഓൾറെഡി കഴിഞ്ഞ 2 ടൈറ്റിൽ റെയിനും ഗന്ധറിന്റെ കുളമാക്കി. ഇനിയിപ്പോൾ ഈ സീനിയറുടെ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു മൊമെന്റത്തെ യൂട്ടിലൈസ് ചെയ്താലേ ഉള്ളൂ ഗന്ധറിന് ആ പദവിയിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് ഒപ്പോണന്റ് ഗന്ധർ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് അറിയിക്കുക. നെക്സ്റ്റ് സ്റ്റോറി സെത്ത് റോളിൻസിന്റെ ഇഞ്ചുറി അപ്ഡേറ്റ് ആണ്. സെത്ത് പറഞ്ഞ കഴിഞ്ഞ ആഴ്ച പുള്ളിയുടെ കയ്യിലെ ബ്രേസ് എടുത്ത് മാറ്റാൻ പറ്റി. പിന്നെ ഫുൾ റിക്കവറി പുള്ളി എക്സ്പെക്ട് ചെയ്യുന്നത് പ്രതീക്ഷിച്ചാലും ഏർലി ആവുമെന്നാണ്. ഇതിന് മുമ്പത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഫെബ്രുവരി മാർച്ചാണ്. ഇതിപ്പം ഫാസ്റ്റ് റിക്കവറി ആണെങ്കിൽ വേണമെങ്കിൽ ജാനുവരി ഫെബ്രുവരി പീരീഡിലേക്ക് വരുമായിരിക്കും. പിന്നെ സെത്ത് വേറൊരു കാര്യം പറഞ്ഞത് ഈ വരാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിന്റെ അകത്ത് ജോൺസീനയുടെ ഫൈനൽ മാച്ച് കാണാൻ വേണ്ടി പുള്ളിയും അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നാണ്. ഹോൾ ഓഫ് ഫെയിം ഒക്കെ നടക്കുമ്പം എല്ലാവരും വരുന്ന പോലെ ലെജൻസും കറണ്ട് റോസ്റ്ററിലെ സൂപ്പർ സ്റ്റാർസും എല്ലാവരും കാണുമായിരിക്കും. പിന്നെ ഓൾറെഡി കുറച്ച് റൂമേഴ്സ് ഉണ്ട്, പൊളിറ്റീഷ്യൻസും കാണുമായിരിക്കും എന്ന്. വേണമെങ്കിൽ ഡൊണാൾഡ് ട്രംപ് വരെ വരുമെന്നുള്ള റൂമർ കിടപ്പുണ്ട്. നെക്സ്റ്റ് സ്റ്റോറി, ബെയ്ലി ഇപ്പോഴത്തെ കറണ്ട് റോസ്റ്ററിലെ ആൾക്കാരുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അത് അണ്ടർടേക്കറിന്റെ 6 ഫീറ്റ് അണ്ടർ പോഡ്കാസ്റ്റിലായിരുന്നു ഇന്റർവ്യൂ. ബെയ്ലി പറഞ്ഞത് ഇപ്പോഴത്തെ മിക്കവരും അവരുടെ മാച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാൻ വേണ്ടിയാണ് ധൃതി. പണ്ടത്തെ ആൾക്കാരെ പോലെ ബാക്ക് സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് കോവർക്കേഴ്സിന്റെ മാച്ച് കാണാൻ വേണ്ടി എക്സൈറ്റഡ് അല്ല. സെത്ത് റോളിൻസ് ഒക്കെ എപ്പോഴും ബാക്ക് സ്റ്റേജിൽ ബാക്കിയുള്ളവരുടെ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയും അത് കഴിഞ്ഞിട്ട് അവർ മാച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അണ്ടർടേക്കർ ഇതുപോലെ ചെയ്യും, പിന്നെ ഫേമസ്ലി ബ്രോക്ക് ലെസ്നറും ഇതുപോലെ ചെയ്യുന്ന. ബെയ്ലി മിക്കപ്പോഴും ഇവരുടെയൊക്കെ ഒപ്പം ബാക്ക് സ്റ്റേജിൽ നിൽക്കും. അതിന് കാരണം ഇവർ ഈ മാച്ച് കഴിയുമ്പോൾ വേറെ ഒരാൾക്ക് കൊടുക്കുന്ന ഫീഡ്ബാക്ക് കേൾക്കുന്നത് തന്നെ വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പോഴത്തെ മിക്കവർക്കും ഇതിനോടൊന്നും ഒരു താല്പര്യവുമില്ല. ഇത് തന്നെയാണ് സെത്തും കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പറഞ്ഞത്. മെയിൻ റോസ്റ്ററിലെ മിക്കവർക്കും ഈ റെസ്ലിംഗ് പ്രൊഫഷനോട് ഒരു പാഷൻ ഇല്ലാതെയാണ് ഇപ്പം വർക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. ഇതൊരു ജസ്റ്റ് സാലറി കിട്ടാൻ വേണ്ടിയുള്ള വർക്ക് മാത്രമായിട്ടാണ് അവർ കാണുന്നതെന്നും. നെക്സ്റ്റ് ന്യൂസ് CM പങ്കിന്റെയാണ്. നെറ്റ്ഫ്ലിക്സിന്റെ പ്രൊഡക്ഷനിലുള്ള ഒരു റൊമാന്റിക് കോമഡി ദ ബോഡി ഗാർഡിന്റെ അകത്ത് പങ്കിന് റോള് കിട്ടി. അതിനകത്ത് ഡോഗ് ഹൗസ് എന്ന് പറയുന്ന ഒരു ഇന്റിമിഡേറ്റിംഗ് ബോഡി ഗാർഡിന്റെ റോളാണ് കിട്ടിയേക്കുന്നത്. ഇതിപ്പം മിക്ക WWE സ്റ്റാർസിനും മൂവിക്കകത്ത് റോൾസ് കുറച്ച് കൂടുന്നുണ്ട്. ഈ TKO വന്നേ പിന്നെ പാരഡിംഗ് എന്ന് പറയുന്ന ഒരു ഏജൻസിയായിട്ട് ഇവർ സൈനപ്പ് ചെയ്തായിരുന്നു. അവർ നല്ലോണം റോൾസ് ഇവർക്ക് ഒപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓൾറെഡി പങ്കും റോമൻ റെയിൻസും ഒരുമിച്ചുള്ള സുട്ടോപ്പിയ 2 എന്നുള്ള മൂവി റണ്ണിംഗ് ആണ് ഇപ്പം. അതിന്റെ അകത്ത് സീബ്രോസ് എന്ന് പറയുന്ന ക്യാരക്ടേഴ്സിനാണ് ഇവർ വോയിസ് ചെയ്തേക്കുന്നത്. ആ മൂവി ഞാൻ ഇതുവരെയും കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ്സ് അറിയിക്കുക. നെക്സ്റ്റ് ആയിട്ടുള്ളത് ഒരു ബാഡ് ന്യൂസ് ആണ്. ആൻഡ്രൂ ഷൾസ് എന്ന് പറയുന്ന ഈ കൊമേഡിയൻ മിക്കപ്പോഴും റോയ്ക്കകത്തും സ്മാക്ഡൌണിന്റെ അകത്തും WWE സെലിബ്രിറ്റീസിന്റെ ഷോട്ട് കാണിക്കുമ്പോൾ വരുന്ന ആളാണ്. അപ്പോൾ അവന്റെ ആ സീനിയറുടെ ലാസ്റ്റ് റോയ്ക്കകത്തെ ഡൊമിനിക്കും ജഡ്ജ്മെന്റ് ഡേ ആയിട്ടുള്ള ഇന്റർഫിയറൻസ് WWE ബാക്ക് സ്റ്റേജ് ഉള്ളവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു പോയി. ഇതിന്റെ അർത്ഥം എനിക്ക് തോന്നുന്നത് അടുത്ത മാസങ്ങളിൽ ഇവനെ പിടിച്ച് ഏതെങ്കിലും PLEക്കകത്ത് ഒരു മാച്ച് കൊടുക്കുമെന്ന് തോന്നുന്നു. ഓൾറെഡി ജെല്ലി റോൾ ഉണ്ട്, അതിനോട് ഐഷോ സ്പീഡിന് ഒരു ചാൻസ് ഉണ്ട്, പിന്നെ പോസ്റ്റ് മെലോണിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയിച്ച് ഇനിയിപ്പം ഇവനും ട്രിപ്പിൾ എച്ചും TKOയോടെയും കൂടി എങ്ങനെയെങ്കിലും WWE പൂട്ടിച്ചേ അടങ്ങുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. വീഡിയോ കണ്ടതിനപ്പം നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.